അപ്പൊ ഇനി നമുക്കൊരു ഡിസ്കഷനിലോട്ട് പോവാം ലക്ഷ്മിയെടുത്ത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മളൊരു മൈൻഡ്ലെസ് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ വിലമതിക്കുന്ന കാര്യങ്ങൾ, പക്ഷെ നമ്മുടെ പാർട്ട്ണർ അത് തീരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ആണ് പല പല കുടുംബങ്ങളിലും, അതായത് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കുടുംബങ്ങളിൽ പോലും ചെറിയ അസ്വാസ്ഥ്യങ്ങൾ തുടങ്ങുന്നതിന്റെ ഒരു കാരണം. അതിപ്പോ ഉദാഹരണമായിട്ട് പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വിവേചനത്തിലല്ല ഞാൻ പറയുന്നത്, നമ്മളത് ഒരു ഡിസ്കഷൻ രസാക്കാൻ വേണ്ടി പറയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആൺപൂവും പെൺപൂവുമായിട്ട് കുടുംബത്തിൽ ജനിച്ചതാണ്. പിന്നെയാണ് ഈ സ്ത്രീ പുരുഷന് തീർച്ചയായിട്ടും പിന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള ശാരീരിക, മാനസിക, മറ്റു തരത്തിലുള്ള എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാവുമ്പോഴും ഈ ലോകത്തെ നിലനിർത്തുന്നത് ആണും പെണ്ണും ചേർന്നാണ്. അല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും നിലനിൽക്കില്ല. അപ്പം ആ ഡ്യൂ റെസ്പെക്റ്റോടെയാണ് നമ്മൾ രണ്ട് കാണുന്നത്. ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഒരു വീട്ടിലെ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ പിന്നെ നമ്മൾ പലപ്പോഴും ഇതും കൂടെ ശ്രദ്ധിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് പിന്നെ ശ്രദ്ധയപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ പുരുഷന്മാർക്ക് ഉണ്ടാവാം. അത് ഞാൻ പറയുമ്പോ പറയാം. അങ്ങനെ ലക്ഷ്മിയടുത്തേക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? സാധാരണ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം അസീസ് നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടക്കം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നോടനെ ആണെങ്കിലും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇഷ്ടമാണ് എന്നുള്ളത് ഇപ്പൊ പരിചയമില്ലാത്ത രണ്ടാൾക്കാർ, നമ്മളുടെ ഇടയിലത്തെ അറേഞ്ച് മാരേജസിൽ തീരെ പരിചയമില്ലാത്ത രണ്ടാൾക്കാർ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അപ്പോ ഒരു പുതിയ വീട്ടിൽ വരികയാണ്. പലപ്പോഴും വൈകാരികമായിട്ടും എല്ലാം വളരെ ലോ എൻഡിലുള്ള ഒരു സമയമായിരിക്കും ഒരു ബ്രൈഡിന്. അപ്പൊ ആ സമയത്ത് ബ്രൈഡ് ഗ്രൂമിന്റെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് അത് കുറച്ച് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പുതിയ അതിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കാനല്ല, അതിന് കൂടെ നിൽക്കേണ്ടത് ഭർത്താവ് തന്നെയാണ്. പക്ഷെ അങ്ങനത്തെ സമയങ്ങളിൽ ഭർത്താവിൽ നിന്ന് ലഭിക്കണം എന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന പലതും കിട്ടാതെ പോകുന്നു. ഇന്നും സ്ഥിതി അങ്ങനെ തന്നെയാണ്. സമൂഹത്തിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. പലതും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഭാര്യ ജോലി ചെയ്യാത്താണ്, ഭർത്താവ് ജോലിക്കാണ്. വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും നന്നായിട്ട് പറയും. ഭർത്താവ് ക്ഷണിച്ചിട്ടായിരിക്കാം വരുന്നത്, പക്ഷെ എന്തെങ്കിലും നല്ലത് പറയും, എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിക്കും, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും എന്നൊക്കെയുള്ളൊരു എക്സ്പെക്ടേഷൻ ഭാര്യയ്ക്ക് ഉണ്ടാവും. അതേമാതിരി തന്നെ അടുക്കളയിലാണെങ്കിലും എന്തെങ്കിലും സഹായം വേണോ. നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അടുക്കള പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. അടുക്കളയിൽ എപ്പോഴും പുകഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. 24 hours തുറന്നിരിക്കണ്ട. പിന്നെ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. തന്റെ വീട്ടുകാരോടുള്ള സമീപനം, തന്റെ വീട്ടുകാരുടെ അമ്മയുടെ പിറന്നാള്, അച്ഛന്റെ പിറന്നാള്, അനിയത്തിയുടെ അനിയന്റെ അങ്ങനെയൊക്കെ ഉണ്ടാവാം. സ്വന്തം ബർത്ത്ഡേ ആവാം. പിന്നെ കുറേശ്ശെ കഴിയുമ്പോ വിവാഹ വാർഷികങ്ങൾ വരും. ഇതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാഞ്ഞിട്ടാണോ ഓർമ്മയില്ലാഞ്ഞിട്ടാണോ അതോ അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിയാം. പക്ഷെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഇന്ന് എന്റെ പിറന്നാളായിരുന്നു, എന്റെ ബർത്ത്ഡേ ആയിരുന്നു, അങ്ങോർക്ക് അത് അറിയും കൂടിയില്ല. എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേമാതിരി പലരും വൈകുന്നേരമൊക്കെ പുറത്തേക്ക് പോകും. ഭാര്യ വീട്ടിലുണ്ടാവും. കല്യാണം കഴിഞ്ഞ ആദ്യത്തിലാണെങ്കിൽ ഈ ഭാര്യ ഈ കുട്ടി വീട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഭർത്താവ് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ചുറ്റി ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടായിരിക്കും മടങ്ങി വരിക. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഞാനിവിടെ തന്നെ ഇരിക്കുക, നിങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്യുക ലൈഫ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനും കൂടി വരുന്നതായിരിക്കും. ഞാനിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നാളെ പുറത്ത് പോവാം, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി പിറന്നാളിന്, ഞാൻ അതിന് കോമ്പൻസേറ്റ് ചെയ്യാം. എന്തെങ്കിലും വാക്കുകളോണ്ട് അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ടോ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയുടെ ഹൃദയം ഒന്ന് തണുക്കും. പെൺകുട്ടികളുടെ സാധാരണ കണ്ടിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ എക്സ്പെക്ടേഷൻസ് ഭർത്താവിൽ നിന്ന്. ചെറിയ കാര്യങ്ങൾ മതി. ഒരു നല്ല വാക്ക്, ഒരു തലോടല്, ഒരു സമ്മാനം, എന്താണെങ്കിലും അതൊക്കെ വലിയ കാര്യങ്ങളാണ് സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക്. അത് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലക്ഷ്മി എടുത്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിലും അവരുടെ സുഹൃത്തൊക്കെയായിരിക്കും. എന്തായാലും ഇനി അതെ, അപ്പൊ ഇനി പുരുഷന്മാർക്ക് ഇതേപോലെ തന്നെ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു പാട്ടിന് ശേഷം സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് ഇത് എങ്ങനെ എന്താ പറയാ ഒന്ന് കോംപ്രമൈസ് ആക്കാം. അതെന്താ അറിയോ, ഇപ്പൊ പ്രത്യേകിച്ചും കുട്ടികൾ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മാത്രമല്ല, ഇപ്പൊ കുടുംബങ്ങൾ തന്നെയല്ലേ. ജോലി സ്ഥലത്തായിരിക്കും രണ്ടുപേരും. അപ്പോ ആരോടും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് വിവാഹമോചനങ്ങള്, സെപ്പറേഷൻ ഒക്കെ അധികമാവണം. ചെറിയ കാര്യങ്ങളിൽ നിന്ന്
ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഊതിപ്പെരിപ്പിച്ച് അവര് തന്നെ വലുതാക്കും. അത് അപ്പൊ അത് വളരെ ജീവിതത്തിൽ ഒരു വഴി മുട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അത് വളരെ രസകരമായ ഒരു കാര്യം. നമ്മുടെ അനൂപേട്ടൻ, ഡോക്ടർ എ വി അനൂപ്, ഇടയ്ക്ക് ഇതിൽ പറയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു സംഭാഷണ മധ്യേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഈ കമ്പനികളൊക്കെ പൂട്ടിയിട്ട് ആളുകൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ എത്രയും പെട്ടെന്ന് കമ്പനി തുറക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ശല്യം ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളാണെന്ന്, ഭർത്താവിനെ. അത് കാരണമുണ്ട്, ഞാൻ പറയാം, പാട്ട് കഴിഞ്ഞിട്ട് പറയാതെ. അപ്പൊ നമുക്ക് ആളുകൾ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് നോക്കാം. കുച്ച്തോ ലോക് കഹേങ്കെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി കൂടെ മനുഷ്യർ എപ്പോഴും പറയും. നമ്മൾ നേരത്തെ പറഞ്ഞത് പരദൂഷണം കൂടിയാണ്. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ പരദൂഷണത്തിനെ പറ്റി. ആളുകൾ പറഞ്ഞോട്ടെ, പറയാനുള്ളത് അവര് പറഞ്ഞോട്ടെ, നമുക്ക് അതിനെ പറ്റി നമ്മൾ വല്ലാതെ പറയേണ്ട ആവശ്യമില്ല. അതെ, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ സങ്കടത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം.